ഒരിക്കൽ കൂടി ഡോക്ടർ മേരി ജോർജിലേക്ക് 2-3 കാര്യങ്ങൾ. ഒന്ന്, നമുക്കുണ്ടായ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം ചർച്ച ചെയ്തു. പക്ഷേ US-ൽ ആകെ ഇടിവാണ്. തിരിച്ചടിയെക്കുറിച്ച് ഉള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. വെറുതെ ഇവിടെ ഇരുന്നിട്ട് പടച്ചുവിട്ടൊരു മുദ്രാവാക്യമല്ല തിരിഞ്ഞു കൊത്തിയോ താരിഫ് എന്നുള്ളത്. ഒരു ഭാഗത്ത് മാഡം പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് എക്സ്പോർട്സിനെ ബാധിച്ചിട്ടുണ്ട്. അതിനുള്ള മാർഗം ഭാരതം കണ്ടെത്തും. ക്രൈസിസ് ഇസ് ബിക്കം എൻ ഓപ്പർച്യൂണിറ്റി. 2, റുപ്പി വില ഇടിഞ്ഞിട്ടുണ്ട്. അവിടെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധിക്കണം. എത്ര രാഷ്ട്രങ്ങളാണ് റുപ്പിയിൽ ട്രേഡ് ചെയ്യാൻ സമ്മതിച്ചെന്ന്. ഇതായിരുന്നു ഏറ്റവും വലിയ വാശി. ഡോളറിലല്ലാതെ ട്രേഡിംഗ് നടക്കരുത്, ഡോളറിൻ്റെ മൂല്യം കൂടണം എന്നുള്ളത്. റുപ്പി ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നു. നോക്കൂ, US ആകെ പകച്ചിരിക്കുകയാണ്. US ഇക്കണോമിക്സ് പകച്ചിരിക്കുകയാണ്. US ഒബ്സർവേഴ്സ് പകച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ ടീമിലുണ്ടായിരുന്നവർ ഇപ്പോഴുള്ളവർ ആശങ്കയാണ്. തലച്ചൊറിയുന്നു എന്നുള്ള പ്രയോഗമാണ്. ഇയാൾക്ക് എന്ത് പറ്റി, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവർ തന്നെ പരസ്പരം നോക്കുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ മാം. ഒന്ന്, ഇത് US-ന് എത്ര വലിയ തിരിച്ചടിയാവും. 2, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഭാരതം ഓവർകം ചെയ്യില്ലേ? റിസഷൻ, കോവിഡ്, ഈ 2 പ്രതിസന്ധിയും മറ്റ് രാഷ്ട്രങ്ങളെ തകർക്കുകയോ തളർത്തുകയോ ചെയ്തു. ഭാരതം കടന്നു പോയി അതിലൂടെ. ഇത് ഇക്കണോമിക്കലി ഭാരതത്തിന് ഒരു അവസരം അല്ലേ ഡോക്ടർ മേരി ജോർജ്? മിസ്റ്റർ പ്രദീപ്, തീർച്ചയായിട്ടും ഇത് ഭാരതം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എല്ലാവരും തന്നെ അതേപ്പറ്റി സംസാരിച്ചല്ലോ. അതായത് ഇപ്പോൾ ആദ്യത്തെ ചോദ്യം താങ്കളുടേത്, US-നെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യും? നമുക്ക് US-നെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് എലൺ മസ്ക് ട്രംപുമായി പിരിഞ്ഞു എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വളരെ ക്ലിയറാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ മണ്ടൻ്റെ കൂടെ നിന്നാൽ ഞാനും മണ്ടനായി പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പിരിഞ്ഞു പോകുന്നത്. അതായിരുന്നു ട്രംപിന് കിട്ടിയ ആദ്യത്തെ അടി. അതായത് ഒരു ഫെയ്റ്റലായിട്ടുള്ള അടിയായിരുന്നു ആ അടിയെ. അതിനുശേഷമാണെന്ന് ഓർക്കണം അദ്ദേഹം ഈ ഈ ടാരിഫ് യുദ്ധത്തിലെ ഇളവ് വരുത്താൻ തുടങ്ങിയത് പല രാജ്യങ്ങളുമായിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ, ജെറോം പവലുമായിട്ട് എപ്പോഴും പിണക്കത്തിലാണ്. അതായത് അദ്ദേഹത്തോട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറഞ്ഞു, ഫെഡറൽ റിസർവ് റേറ്റ് കുറയ്ക്കാൻ പറഞ്ഞു. എന്തിനാണ് ഫെഡറൽ റിസർവ് റേറ്റ് കുറയ്ക്കേണ്ടത്? ഇഷ്ടം പോലെ വായ്പകൾ ലഭ്യമാകണം, ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടണം, അതിനു വേണ്ടിയിട്ട്. അപ്പോൾ റേറ്റ് കുറയ്ക്കാൻ പവൽ തയ്യാറായില്ല. എന്തുകൊണ്ട് തയ്യാറായില്ല? ഇപ്പോൾ തന്നെ US-ൽ ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷനാണ് നിലവിലുള്ളത്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വായ്പകൾ ഇഷ്ടം പോലെ പോകും, ഈ ഇൻഫ്ലേഷൻ ഹൈപ്പർ ഇൻഫ്ലേഷനായിട്ട് മാറും. അപ്പോൾ അത് ജെറോം പവലിനറിയാം, പക്ഷേ ഈ ട്രംപിന് അറിഞ്ഞുകൂടാ. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, നമ്മൾക്ക് നേരത്തെ കേണലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ മൂഡിലേക്ക്, അതായത് നമ്മുടെ വിദേശ വിപണികൾ ഡൈവേഴ്സിഫൈ ചെയ്യുക, അമേരിക്കയെ മാത്രം നോക്കിയിരിക്കാതെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അതാണല്ലോ യൂറോപ്യൻ യൂണിയനുമായിട്ട്, അതുപോലെ ഇപ്പോൾ UK-യുമായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു. വളരെ മനോഹരമായ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ്, 2 കൂട്ടർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു. മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ റഷ്യയെ നമുക്ക് കളയാൻ ഒക്കില്ല, ആര് പറഞ്ഞാലും. കാരണം നമുക്ക് ആവശ്യമുള്ള ഓയിലിൻ്റെ ഒരു നല്ല ഭാഗം നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പിയിലാണ്. റഷ്യൻ റൂബിളിലും ഇന്ത്യൻ റുപ്പിയിലുമാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം നടക്കുന്നത്. അത് ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഡോളറിനെ ഏറ്റവും വലിയ കറൻസിയാക്കി നിർത്തണമെന്നുള്ള ആഗ്രഹത്തിന് ഒരു അടിയാണത്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ കറൻസി, അത് നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളുമായിട്ട് നമ്മുടെ സ്വന്തം കറൻസിയിൽ തന്നെ, അവനവൻ്റെ കറൻസിയിൽ തന്നെ ട്രേഡ് നടത്തുന്നതൊക്കെ അമേരിക്കൻ ഡോളറിന് തിരിച്ചടിയാണല്ലോ. അപ്പം അത് മാത്രവുമല്ല, നമുക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയേ പറ്റൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന വേറൊരു വളരെ പ്രധാനപ്പെട്ട ഫെർട്ടിലൈസറാണ് പൊട്ടാസ്യം.
പൊട്ടാസ്യം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതിൻ്റെ റോ മെറ്റീരിയൽ ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പം പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കൃഷികൾക്കും അനിവാര്യമായ ഒരു ഫെർട്ടിലൈസറാണ്. അതിൻ്റെ കുറവ് കൊണ്ട്, അതിൻ്റെ വില കൂടിയതുകൊണ്ടും ലഭ്യത കുറഞ്ഞതുകൊണ്ടുമാണ് നമ്മുടെ തെങ്ങൊക്കെ ഇപ്പോൾ പോയിട്ട് 475 രൂപ 500 രൂപയിലേക്ക് 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ നമുക്ക് അവിടുന്ന് വാങ്ങിയേ പറ്റും നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ട്രംപ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ, ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കാർ വാങ്ങുക എന്നൊക്കെ പറയുമ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന വേറെ ഒരു കാര്യമുണ്ട് അതിനകത്ത്. അതായത് ഇപ്പോൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും മറ്റു രാജ്യങ്ങൾ വാങ്ങണമെന്ന് നിർബന്ധമില്ല ആ അളവിൽ. എന്താ കാരണം? ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ പറയാം. ഇതുവരെ 2.1% രത്നവജ്ര ആഭരണങ്ങൾക്ക് അമേരിക്ക ചാർത്തിയിരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി. അതിപ്പോൾ 52.1% ഉയർന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് അത്രയും വലിയ ഡ്യൂട്ടി കൊടുത്ത് സ്വർണ്ണ വജ്ര ആഭരണം വാങ്ങാൻ പറ്റില്ല. ആ മേഖലയുടെ പ്രസക്തി നമ്മൾ നോക്കണം. അതായത് ഇന്ത്യക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ശേഖരത്തിൻ്റെ ഒരു 20 ശേഖരമല്ല വരുമാനം, ആനുവൽ വരുമാനത്തിൻ്റെ ഒരു 20% സ്വർണ്ണ വജ്ര ആഭരണ വിപണി വഴിയായിട്ടാണ്, എക്സ്പോർട്ട് വഴിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് മാത്രവുമല്ലല്ലോ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിൽ തൊഴിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ തൊഴിലുകളെ ബാധിക്കും. അപ്പോൾ നാച്ചുറലി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് സഹായിക്കണം തീർച്ചയായിട്ടും. അതുപോലെ സമുദ്രോൽപ്പന്ന മേഖല 0 റേറ്റിലായിരുന്നു നമ്മുടെ കൊഞ്ച്. അമേരിക്കയിലേക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ 50%, 0 റേറ്റിൽ നിന്ന് 50%ലേക്ക് പോകുമ്പോൾ നാച്ചുറലി അതിൻ്റെ ഡിമാൻഡ് ഒത്തിരി കുറയും. അപ്പോൾ ഇതൊക്കെ അമേരിക്കക്കാരെ ബാധിക്കും തീർച്ചയായിട്ടും. ഏഷ്യക്കാരെ, അതായത് അമേരിക്കയിലുള്ള ഏഷ്യക്കാരെ, ഇന്ത്യക്കാരെ ഒക്കെ ബാധിക്കും. അവിടെ തന്നെ ഇതിൻ്റെയൊക്കെ വില ഉയരും, ഡിമാൻഡ് കുറയും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ അവിടെ ഡിമാൻഡ് കുറയുമ്പോൾ നമ്മുടെ നാട്ടിലെ തൊഴിൽ കുറയും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റ്. അപ്പോൾ അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ സൈലൻ്റായിട്ട് പ്രതിവിധികൾ തേടുന്നു എന്നതിൻ്റെ തെളിവാണ് ഇൻഡിപെൻഡൻസ് ഡേയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്താണത്? അതായത് നമ്മുടെ GSTയുടെ ഇപ്പോഴുള്ള നിരക്കുകളെ 4 പ്രധാനപ്പെട്ട നിരക്കുകളെ 2 മാറ്റുന്നു. എങ്ങനെയാണ് 2 മാറ്റുന്നത്? 28% വേണ്ടെന്ന് വെച്ചിട്ട് 28%ത്തിലുള്ള ഉൽപ്പന്നങ്ങളെ 18%ത്തിലേക്ക് കൊണ്ടുവരുന്നു. ലക്ഷറി ഗുഡ്സ് ആണെന്ന് ഓർക്കണം. ഇപ്പോൾ ഈ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് പോലെയൊക്കെ പലതുമുണ്ട് ഈ ലക്ഷറിക്കകത്ത്, രത്ന വജ്ര ആഭരണങ്ങളും ഒക്കെ. അപ്പോൾ 28%ത്തിൽ നിന്ന് 18%ത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ തന്നെ 10%, അതായത് ഈ വ്യാപാരികൾക്ക് സബ്സിഡി കൊടുക്കുന്നതിന് തുല്യമാണ് 28%-ത്തിൻ്റെ ടാക്സ് വെട്ടിക്കുറച്ച് 18%-ത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ പ്രധാനമന്ത്രി എടുത്തത്. അതുപോലെ 18%-ത്തിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം 5%-ത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ 13%-ത്തിൻ്റെ സബ്സിഡി പോലെയുള്ള ഒരു സഹായമാണ് എക്സ്പോർട്ടേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അമേരിക്കൻ വിപണിയിൽ വിലക്കയറ്റം 50% വർദ്ധിക്കാതെ അതിനെ താഴ്ത്തി കൊണ്ടുവരാനുള്ള ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള, അതേ സമയത്ത് വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനം. ഇത് ഈ കാരണം കൊണ്ട് എന്ന് ഞാൻ അനുമാനിക്കാനുണ്ടായ കാരണം, അതായത് GST കൗൺസിലിനോട് പോലും നേരത്തെ ഇത് ചർച്ച ചെയ്യാതെയാണ് പ്രധാനമന്ത്രി ഇത്തരം ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. അതിന് GST കൗൺസിലിലെ എല്ലാ ധനമന്ത്രിമാർക്കും പരിഭവം ഉണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ വരുമാനം, അതായത് സംസ്ഥാനങ്ങളുടെ ആണെങ്കിലും കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും വരുമാനത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് നമ്മുടെ ധനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുക. പക്ഷേ ഞാൻ പറയുകയാണ്, വരുമാനത്തിൽ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഈ നികുതി കുറച്ചപ്പോൾ എന്താണ് സംഭവിക്കുക? സാധാരണ, അതായത് 28% നികുതിയിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ 18 മാറ്റുമ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സും വരെ അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങും. മറ്റേ 28% നികുതിയുള്ളപ്പോൾ അവർക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ ഉൽപ്പാദനം കൂടും. അങ്ങനെ ഉൽപ്പാദനം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കും, ഇക്കോണമിയുടെ വളർച്ച ത്വരിതഗതിയിലാകും. അതുപോലെ 18% ഉണ്ടായിരുന്നത് 5%ത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും ഇതേ കാറ്റലിസ്റ്റിക്, അതായത് ഒരു എന്താ പറയുക, നമ്മൾ ഒരു രാസത്വരകത്തിൻ്റെ ശക്തിയാണ് ഈ GST പരിഷ്കരണം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മുടെ ഗവൺമെൻറ് സൈലൻ്റായിട്ട് ഇരുന്നു കൊണ്ട്
നരേന്ദ്രമോദിയുടെ ഈ ടാരിഫ് വാറിന് എതിരെ നടത്തിയ ആദ്യത്തെ ആക്രമണമാണ്, സൈലൻ്റ് ആയിട്ടുള്ള ആക്രമണമാണ് GST പരിഷ്കരണത്തിനുള്ള തീരുമാനമെടുത്തത്. ഇനി GST കൗൺസിൽ കൂടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയേ വേണ്ടൂ. അപ്പോഴേക്കും തീർച്ചയായിട്ടും അത് ഈ എക്സ്പോർട്ടേഴ്സിന് ഒരു സബ്സിഡി കൊടുക്കുന്നതിൻ്റെ ഇമ്പാക്റ്റാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ സഞ്ജയ് മൽഹോത്ര ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഓർക്കണം. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി റീപ്പോ റേറ്റ് 1% കുറച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ സിറ്റിങ്ങിൽ. 1% റീപ്പോ റേറ്റ് കുറയ്ക്കുക എന്ന് വച്ചാൽ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താനേ കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുമ്പോൾ പണലഭ്യത കൂടുതലാകും. അത് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ടാക്കാം. പക്ഷേ ഇന്ത്യയിൽ ഈ റീപ്പോ റേറ്റ് വളരെ കണിശമായിട്ട് ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ